ടെക് ലോകത്തിൽ നിന്നുള്ള വാർത്തകൾ. പ്രീമിയം വണ്ടികളുടെ സർവീസുകൾ വർദ്ധിപ്പിക്കാനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ. കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടാണ് റെയിൽവേയുടെ തീരുമാനം. വന്ദേ ഭാരത്, രാജധാനി, ശതാബ്ദി തുടങ്ങിയ പ്രീമിയം തീവണ്ടികളുടെ സർവീസുകൾ വർദ്ധിപ്പിക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. മറ്റ് എക്സ്പ്രസ് തീവണ്ടികൾ, AC കോച്ചുകളുടെ എണ്ണം കൂടിയതും 30 മുതൽ 60% വരെ വരുമാന വർധനയാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. വന്ദേ ഭാരത്, രാജധാനി, ശതാബ്ദി, ഗതിമാൻ തീവണ്ടികൾ കോച്ചുകളുടെ എണ്ണവും കൂടും. എല്ലാ എക്സ്പ്രസ് തീവണ്ടികളിലും AC കോച്ചുകളുടെ എണ്ണം ഘട്ടം ഘട്ടമായി പകുതിയോളമായി വർദ്ധിപ്പിക്കും. വന്ദേ ഭാരത് സർവീസുകൾ പരമാവധി കോച്ചുകൾ ഉൾപ്പെടുത്തിയതും സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും 2024-25 സാമ്പത്തിക വർഷത്തിൽ 30% വരുമാന വർധനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ 698 കോടി രൂപയുടെ വരുമാനമാണ് വന്ദേ ഭാരതിലൂടെ ലഭിച്ചത്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ 987 കോടി രൂപയാണ് ലക്ഷ്യമിടുന്നത്. കൂടുതൽ വന്ദേ ഭാരത് സ്ലീപ്പർ തീവണ്ടികൾ അടുത്ത സാമ്പത്തിക വർഷത്തിൽ ട്രാക്കിലിറങ്ങുന്നതോടെ ഈ ലക്ഷ്യം കൈവരിക്കാനാകുമെന്നും റെയിൽവേ അധികൃതർ പറഞ്ഞു. അതേസമയം സ്ലീപ്പർ ക്ലാസ് ജനറൽ കോച്ചുകളുടെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 34,000 കോടി രൂപയുടെ വരുമാനമാണ് കണക്കാക്കിയിരുന്നതെങ്കിലും ഇതുവരെ 31,638 കോടി രൂപ മാത്രമേ ലഭിച്ചിട്ടുള്ളൂവെന്നും റെയിൽവേ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിലെ പരിശോധനകൾ പൂർണ്ണമായും ഓൺലൈനാകുന്നു. കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ എന്ന സംവിധാനത്തിലൂടെയാണ് ഇനി പരിശോധനകൾ നടക്കുക. സംസ്ഥാന സഹകരണ വകുപ്പിൽ വരുന്ന 15,000-ലധികം സഹകരണ സംഘങ്ങളിൽ പരിശോധനകൾ നടത്തുന്നതിന് 275 ഇൻസ്പെക്ടർമാർ മാത്രമാണുള്ളത്. ഇത് റെഗുലേറ്ററി പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയെ സാരമായി ബാധിക്കുന്നതിനാലാണ് സമയബന്ധിതവും കാര്യക്ഷമവുമായി പരിശോധനകൾ പൂർത്തീകരിച്ച് നടപടിയെടുക്കുന്നതിന് ഓൺലൈൻ സംവിധാനം വേണമെന്ന ആശയത്തിലെത്തിയത്. തുടർന്ന് ഇന്ത്യയിലെ തന്നെ പ്രധാന സഹകരണ സംഘങ്ങളിലൊന്നായ കേരള ദിനേശ് BD വർക്കേഴ്സ് സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ IT യൂണിറ്റായ ദിനേശ് IT സിസ്റ്റംസ് സഹകരണ വകുപ്പിനു വേണ്ടി കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ വികസിപ്പിച്ച് നൽകുകയായിരുന്നു. CIMA മൊബൈൽ ആപ്പ്, CIMA വെബ് ആപ്പ്, കോഓപ്പ് കണക്ട് മൊബൈൽ ആപ്പ് എന്നിങ്ങനെ 3 ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കേരളത്തിലെ എല്ലാ സഹകരണ സംഘങ്ങളും ഓൺലൈൻ ഇൻസ്പെക്ഷൻ മാനേജ്മെന്റ് സംവിധാനത്തിൽ പങ്കാളികളാകുന്നതിനോടൊപ്പം സഹകരണ വകുപ്പും സഹകരണ സംഘങ്ങളും തമ്മിലുള്ള തത്സമയ ആശയവിനിമയം സാധ്യമാക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI ആപ്പായ DeepSeek ഉപയോഗിക്കുന്നതിൽ മാർഗരേഖ തയ്യാറാക്കുന്നത് പരിഗണിച്ച് കേന്ദ്ര സർക്കാർ. DeepSeek ഉപയോഗിക്കുന്നത് വഴി വിവരച്ചോർച്ചയ്ക്കും സൈബർ ആക്രമണങ്ങൾക്കുമുള്ള സാധ്യത മുൻനിർത്തിയാണ് തീരുമാനം. വ്യക്തിഗത ഉപകരണങ്ങളിൽ DeepSeek ഉപയോഗിക്കുന്നത് വഴി പൗരന്മാർക്കുണ്ടാകാനിടയുള്ള വെല്ലുവിളികളും ഭീഷണികളും മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഇത് സംബന്ധിച്ച് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമായ CERT-IN വിശദമായ പരിശോധന തുടങ്ങിയതായാണ് റിപ്പോർട്ട്. ചാറ്റ് ബോട്ടിൽ നൽകുന്ന പ്രോംപ്റ്റുകൾക്കനുസരിച്ച് അത് ഉപയോഗിക്കുന്നവരുടെ സ്വഭാവ രീതികൾ നിരീക്ഷിക്കുന്നതും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലെ വിവരങ്ങൾ ചോർത്തുന്നതും ബാറ്ററി ഉപയോഗം, മറ്റ് ആപ്പുകളുമായുള്ള ബന്ധം, കീ സ്ട്രോക്ക് തുടങ്ങിയ വിവരങ്ങളും ചോർത്തിയെടുക്കാനുള്ള സാധ്യതകളുമാണ് CERT-IN വിശകലനം ചെയ്യുന്നത്. ChatGPT ഉപയോഗിക്കുന്നത് പോലെ DeepSeek ഉപയോഗിക്കാൻ കഴിയില്ലെന്നാണ് CERT-INന്റെ നിഗമനം. ഇക്കാര്യത്തിൽ ജാഗ്രത വേണമെന്ന് മുതിർന്ന സർക്കാർ വൃത്തങ്ങൾ സൂചന നൽകുന്നു. സുരക്ഷാ ചട്ടങ്ങൾ മുൻനിർത്തി അടുത്തിടെ പല രാജ്യങ്ങളും DeepSeekന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബാക്ക്ഹോ ലോഡർ നിർമ്മാണത്തിൽ 10 ലക്ഷം പിന്നിട്ട് JCB. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന നിർമ്മാണ യന്ത്രങ്ങളിലൊന്നായി JCB മാറുകയും ചെയ്തു. 1953 സ്റ്റാഫോർഡ്ഷെയറിലെ റോസെസ്റ്റർ ഉൽപാദന യൂണിറ്റിൽ നിന്നാണ് മാർക്ക് 1 എന്നറിയപ്പെടുന്ന ആദ്യത്തെ JCB പുറത്തിറങ്ങുന്നത്. 1954 ഉൽപാദനത്തിന്റെ ആദ്യ വർഷത്തിൽ 35 മെഷീനുകൾ മാത്രമേ നിർമ്മിച്ചിരുന്നുള്ളൂ. ആദ്യത്തെ 50,000 മെഷീനുകൾ നിർമ്മിക്കാൻ 20 വർഷത്തിലധികം എടുത്തു. ആദ്യത്തെ 1/2 ദശലക്ഷം JCB ബാക്ക്ഹോകൾ നിർമ്മിക്കാൻ 59 വർഷമാണ് വേണ്ടി വന്നത്. എന്നാൽ അടുത്ത 1/2 ദശലക്ഷം നിർമ്മിക്കാൻ 13 വർഷത്തിൽ താഴെ മാത്രം സമയമേ കമ്പനിക്ക് വേണ്ടി വന്നുള്ളൂ. ഇപ്പോൾ UK, ഇന്ത്യ, ബ്രസീൽ എന്നിവിടങ്ങളിൽ JCB ബാക്ക്ഹോ ലോഡറുകളുടെ നിർമ്മാണം നടത്തുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന നിർമ്മാണ യന്ത്രങ്ങളിലൊന്നായി JCB മാറിക്കഴിഞ്ഞു. കൂടാതെ നിർമ്മാണ ഉപകരണ വിൽപ്പന പട്ടികയിൽ ലോകത്തെ ഏറ്റവും ജനപ്രിയമായ 4ാമത്തെ യന്ത്രമായും JCB തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർണാടകയിൽ 15,000 കോടി രൂപ നിക്ഷേപിക്കാനൊരുങ്ങി എപ്സിലോൺ ഗ്രൂപ്പ്. EV ബാറ്ററി ടെസ്റ്റിങ്ങിനും അത്യാധുനിക സാമഗ്രികൾക്കുമായി
നിർമ്മാണ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനാണ് പദ്ധതി. ബംഗളൂരുവിൽ നടന്ന ഇൻവെസ്റ്റ് കർണാടക ഉച്ചകോടിയിൽ നിക്ഷേപം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവെച്ചതായി എപ്സിലോൺ ഗ്രൂപ്പ് അറിയിച്ചു. അടുത്ത 10 വർഷത്തിനുള്ളിൽ പദ്ധതി ലക്ഷ്യത്തിലെത്തുമെന്നും നിക്ഷേപം ഇന്ത്യയുടെ ഇലക്ട്രിക് വെഹിക്കിൾ മേഖലയെ ശക്തിപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ. 15,350 കോടിയുടെ പദ്ധതി നൂതന ബാറ്ററി സാങ്കേതികവിദ്യയുടെ കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ഒപ്പം ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഗ്രാഫൈറ്റ് ആനോഡ് നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 9,000 കോടി രൂപയും LFP കാഥോഡ് നിർമ്മാണ പ്ലാന്റിന് 6,000 കോടി രൂപയും ബാറ്ററി മെറ്റീരിയലുകൾക്കും ബാറ്ററി ടെസ്റ്റിംഗ് ഗവേഷണ വികസനത്തിനും പരിശീലന കേന്ദ്രത്തിനുമായി 350 കോടി രൂപയും ഉൾപ്പെടുന്നതാണ് പദ്ധതി. ചൈനീസ് ഇറക്കുമതിയെ ഇന്ത്യ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും പ്രാദേശികവൽക്കരിക്കപ്പെട്ടതും സ്വയം പര്യാപ്തവുമായ ബാറ്ററി മെറ്റീരിയൽ ഇക്കോസിസ്റ്റം കെട്ടിപ്പടുക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണ് തങ്ങളുടെ നിക്ഷേപമെന്ന് കമ്പനി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.